ഒരു സത്യം പറയണം. എന്താടാ പറയാൻ പോന്നെ? എന്ത് സത്യമാ? എന്റെ കണ്ണിന്റെ മുന്നിൽ തന്നെ ഒരുത്തന്റെ തലയെടുത്തില്ലേ? ഇത് കൂടുതൽ എന്താ വേണ്ടേ? ക്ഷമിക്കണം അച്ഛാ. എന്തിനാ മോനെ ഇങ്ങനൊക്കെ? അല്ല അച്ഛാ, അത് വേണ്ട, എനിക്കൊന്നും കേക്കണ്ട. വാടാ പോകാം, ഈ നാട് വിട്ടു തന്നെ. അച്ഛാ, അത് ഒന്നോർത്തോ, നീ വെട്ടിയവൻ ഭയങ്കരനായതുകൊണ്ട് കണ്ടു നിന്നവര് കാണിച്ചു കൊടുത്തില്ല. നീ ആ വെട്ടിയെന്ന് RDX അറിഞ്ഞാൽ നിന്നെ ജീവനോടെ വിടില്ലടാ. ദേവി ഇത് വാടാ, നമുക്ക് ഇവിടുന്ന് പോകാം. ഞാൻ വരില്ല. ഞാൻ വരില്ല. അവന്മാരുടെ വേര് പിഴുതെടുക്കാതെ ഞാൻ വരില്ല ഇവിടുന്ന്. കാരണം ഞാനിവിടെ വന്നത് തന്നെ അവന്മാരെ കൊല്ലാൻ വേണ്ടിയാ. എന്റെ മകൻ ഒരു കൊലപാതകയല്ലടാ. ഞാൻ അമ്മയുടെ മോനല്ലല്ലോ അമ്മേ. അമ്മ ക്ഷമിക്കണം. ചെറുപ്പത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ഞാൻ ഒരു അനാഥനാണെന്ന്. അല്ലമ്മേ, എനിക്കെല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ പഠിക്കുന്ന കോളേജ് ലൈബ്രറിയാണമ്മേ ഒരു കാലത്തിൽ ഞങ്ങൾ ജീവിച്ച വീട്. എന്നെ ലാളിച്ചു വളർത്തിയ അച്ഛനും അമ്മയും. ഞാൻ എത്ര കുസൃതി കാട്ടിയാലും എന്നെ ഏറ്റവും സ്നേഹിച്ച ചിറ്റപ്പൻ. ഞാൻ എന്ത് ചെയ്താലും അതുപോലെ തന്നെ ചെയ്യുന്ന എൻ്റെ അമ്മാവന്റെ മോള്. വീട്ടിലെല്ലാവർക്കും സന്തോഷം. ഇതിലുപരിയായി ഞങ്ങളുടെ മുത്തച്ഛനെ ഞങ്ങൾ സ്നേഹിച്ചിരുന്നു. സ്നേഹമെന്ന പൂമാരി പൊഴിഞ്ഞ ഒരു കാലമുണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ. പെട്ടെന്ന് എന്തോ ഒരു കയ്യബദ്ധം. എന്തൊരു കളിയാടാ ഇത്? കളിച്ചതോ വേണമെന്ന് വെച്ചല്ല. അപ്പോഴും ഞാൻ പറഞ്ഞത് താഴെ വീഴുന്നു. നീ എന്തിനാ വേണ്ടാത്തൊക്കെ? എന്താ ചേട്ടത്? പാവം പിള്ളേര്. വേണമെന്ന് വെച്ച് ചെയ്ത പോലെ ഉണ്ടല്ലോ. അറിഞ്ഞോണ്ടല്ലോ ചെയ്തത്. ഞാൻ എന്ത് ചെയ്തെന്നാ? ഞാൻ കുട്ടിയുടെ കൂടെ അല്ലല്ല, നിങ്ങൾ എപ്പോഴും ഇങ്ങനെ തന്നെയാ. പിള്ളേരെല്ലാം കളിക്കാൻ വിളിച്ചു, ഒന്ന് പൊക്കാൻ പറഞ്ഞു, ഞാൻ പൊക്കി. ആര്? ഞങ്ങളോ? നിങ്ങളല്ലേ വരൂ വരൂ എന്ന് പറഞ്ഞത്? ഞാനാ? പിന്നല്ലാതെ. ശരി ശരി ശരി, എല്ലാരും പറയാനുള്ള പറ, അതിനുശേഷം ഞാൻ പറയാം. ഞങ്ങൾക്കൊന്നും പറ്റിയില്ല. പിന്നെ എന്തിനാണ്? അല്ല, അച്ഛനല്ലേ എല്ലാരെയും വഴക്ക് പറയാറുള്ളത്. ഇന്ന് ഇവരെ കൊണ്ട് അച്ഛനെ വഴക്ക് കേൾപ്പിക്കാന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. ആഹാ, ഈ പിള്ളേരെന്നെ എന്തോ തമാശക്ക് വഴക്ക് പറയുന്നു അല്ലേ? ഇത് കാരണമാക്കി നിങ്ങൾ എന്തിനാ എന്നെ വഴക്ക് പറയുന്നത്? അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് അത്ര കലിപ്പല്ലേ? സാറേ നമസ്കാരം. എന്നെ RDX എന്നാ അറിയപ്പെടുന്നത്. അയ്യോ, ഇരിക്കി സാറേ, കുട്ടി ഇരുന്നോളുന്നേ. വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് എത്ര നാളായെന്നറിയോ? അല്ല, എന്താ ഇത്? എനിക്ക് വിശക്കുന്നേ, ചോറ് സാധനങ്ങള്. കൊച്ചനെ, ഞങ്ങൾക്ക് ഈ സ്വത്തും മുതലും അല്ലാതെ വേറെ ഒന്നുമില്ലടാ മോനെ. അയ്യോ, എനിക്കും ഒരു കോംപ്ലക്സ് പണിയാൻ ഇതുപോലെ നല്ലൊരു സ്ഥലം വേറെ ഇല്ലല്ലോ.
നിന്നോട് എന്തോ ചോദിച്ചത്? നീ താമസിക്കുന്ന ഈ വീടല്ലേ ചോദിച്ചോളൂ. അതിന് ഇത്ര അഹങ്കാരം നിനക്ക് വേണോ? ഇങ്ങനെയൊന്നും പറയലടാ, നമ്മള് കാശ് കൊടുക്കില്ലേ? നിങ്ങൾ തരുന്ന കാശ് കൊണ്ട് വീട്ടിൽ ചെലവിന് പോലും തികയില്ല. സാറേ, ആദ്യം സാറിന്റെ പ്രോബ്ലം എന്താണെന്ന് പറ. എന്റെ മൂത്ത പേരക്കുട്ടിയുടെ കല്യാണം. ഇനി രണ്ടാമത്തെ മോള്. ചേട്ടാ ചേട്ടാ വേണ്ട 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 പാവം അവളൊരു കൊച്ചുകുട്ടിയില്ലേ. ചൈൽഡ് സെന്റിമെന്റ്. അങ്ങനൊന്നും അല്ല ചേട്ടാ, അവള് ഒരു കൊച്ചുകുട്ടിയല്ലേ. ഈ പ്രായത്തിൽ കാണേണ്ട കാര്യമാണോ ഇതൊക്കെ? എന്താ സാറേ, ഞാൻ അപ്പോഴേ പറഞ്ഞത്, സാർ അത് കേട്ടില്ല. കണ്ടില്ലേ പേരക്കുട്ടി കരയുന്നത്? മിഡിൽ ക്ലാസ്സുകാർക്ക് ബാക്കിയുള്ളത് ഈ മാനം മാത്രമാണ്. ഇപ്പൊ അതും പോയി. ഇനി ഈ അനാഥ സ്വത്ത് ആദ്യക്സിന് സമർപ്പിച്ചു കഴിഞ്ഞു. ചേട്ടാ മാറിക്കോ. ചേട്ടാ വേണ്ട ചേട്ടാ, വേണ്ട ചേട്ടാ, ഞാൻ നോക്കോളാം. ചേട്ടാ നോക്കിക്കോളാം. നീ പോ, നീ മരിച്ചത് വീട്ടിലേക്ക് പോ. ശരി, നോക്കിക്കോളാം. പോ 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 പോ. എടാ, ഈ മന്ത്രി എന്ന് പറഞ്ഞാ നീ എന്താ കരുതിയത്? ഇതിനൊക്കെ വേവലാതി പിടിച്ചാൽ എങ്ങനെയാ? ഭരണം നമ്മുടെ കയ്യിലുള്ളപ്പോ അസിസ്റ്റന്റ് കമ്മീഷണറെ പേടിക്കേണ്ട കാര്യം ഉണ്ടോടാ? ഫോൺ വെക്കടാ, ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞില്ലേ? മോർണിംഗ് സാർ. ഇതാര് AC-യോ? എടാ, AC-ക്ക് എന്താ വേണ്ടെന്ന് ചോദിക്കടാ. എന്താടോ നോക്കുന്നത്? വേറെന്താ വേണ്ടേ? ഇവനെ വേണം. ഇവനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് നീ എന്ത് ചെയ്യാൻ പോകുന്നു? പ്രമോഷൻ ചോദിക്ക്, തരാല്ലോ. എനിക്ക് ഇവനെയാണ് വേണ്ടത്. എടോ, അവൻ എന്റെ കൊച്ചനാ. ഒരു കൊച്ചു പെണ്ണിനെ റേപ്പ് ചെയ്തിരിക്കുന്നു സാർ. അത് കളയുന്നേ, അവൻ കൊച്ചു ചെറുക്കനല്ലേ, ആഗ്രഹം ഉണ്ടായി കാണും. അതിൽ നിന്റെ പെണ്ണുപിള്ള അയച്ചുകൂടായിരുന്നോ? അറിഞ്ഞുകൊണ്ടാണോ സംസാരിക്കുന്നത്? അറിഞ്ഞുകൊണ്ട് തന്നെയാ സംസാരിക്കുന്നത്. നീ ഒരു രാജ്യദ്രോഹിയാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ സംസാരിക്കുന്നത്. ഈ പുറംപോക്കിന്റെ ഒക്കെ നേതാവ് നീയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. നാക്കിന് നീളം കൂടുന്നല്ലോ. ഞാൻ വിചാരിച്ചാലോ എന്തുണ്ടാക്കുമെന്നാ? നിനക്ക് ഇങ്ങനത്തെ ചെറ്റകളൊക്കെ അടുത്ത് വെച്ചിട്ട് ഊതാനേ കഴിയൂ. AC-യുടെ പവർ നിനക്കറിയില്ല. എന്നെ നിനക്ക് മനസ്സിലായിട്ടില്ല. ആരടാ നീ? ദൈവമാണ്. ഭരണത്തിലിരുന്നാ എന്തുവാകാവുന്നു? അല്ല, ജീവിതകാലം മുഴുവൻ നീ ഭരണത്തിലിരിക്കുമെന്നാണോ വിചാരം? നിനക്ക് ഇങ്ങനെ കണ്ടവർക്ക് മാമാപ്പണി ചെയ്യാൻ നാണമില്ലേ? നിന്നെ പോലെ തരം താഴ്ന്ന ചെറ്റകൾ ഉള്ളതുകൊണ്ടാണ് ഈ നാടിങ്ങനെ കുട്ടിച്ചോറായത്. നിന്നെ പോലുള്ള അഴിമതിക്കാരുള്ളത് കൊണ്ടാണ് താന്നോതികൾ തലപൊക്കുന്നത്. കൊള്ളാമല്ലോ, പഠിപ്പിക്കുകയാണല്ലേ. നേരാടാ, ഇവനെ പോലെയുള്ളവരെ ഞാനാണ് വളർത്തുന്നത്. ഇവരെ കൊണ്ടാണ് പിക് പോക്കറ്റ് മുതൽ ഇലക്ഷൻ വരെ നിയന്ത്രിക്കുന്നത്. ഞാൻ ചെയ്യും. നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് പറ. എന്നെ പോലുള്ള മന്ത്രിമാരുടെ കാവൽക്കാരാണ് നിങ്ങള്. ഓടാ വാ. വേണ്ട, പറയുന്നത് കേൾക്ക. ഒളിച്ചിരിക്കാൻ ഇടം കൊടുക്കാത്തത് കൊണ്ട് ഒരു പാവം മിനിസ്റ്റർ ഇവൻ കൊന്നു. ഇവനെ അറസ്റ്റ് എന്തിനാ ഇത്ര ദേഷ്യപ്പെടുന്നത്? അവൻ അങ്ങനെ അടങ്ങുന്നവനല്ല. ഒരേ ഒരു കാര്യം ഒഴിച്ച്. എന്താ അത്? സെന്റിമെന്റ്സ്, ഫാമിലി സെന്റിമെന്റ്സ്.
നിങ്ങൾ ആരാ? സാറേ, ഞാൻ RDX. RDX എന്ന് പറഞ്ഞാൽ? അയ്യോ, വെടിമരുന്നല്ല, എന്റെ പേരങ്ങനെയാ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? സാറേ, ഞാൻ അബ്ദുള്ള, സദാ, എന്റെ അനിയൻ റോബർട്ട് എന്ന് ഞങ്ങൾ മൊത്തം 4 പേരാ. ഞങ്ങളിങ്ങനെ ചെറിയ വെട്ട്, കുത്ത്, കൊല, കേസ്, കോടതി എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് കഴിയാവുന്നതൊക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോകുന്നു. ഞങ്ങളുടെ ജീവിതമാണേ. അത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഞങ്ങൾക്ക് ജീവിക്കണ്ടേ സാറേ? ആരാടാ നീ? നമസ്കാരം സാറേ, നമസ്കാരം. അങ്ങയെ കാണാൻ വേണ്ടി വന്നതാ, വേറെ ഒന്നിനുമല്ല. എന്റെ ആളുകളെ, എന്റെ ജീവന്റെ ജീവനായ അനിയനെ ഒരു കാര്യമില്ലാതെ നിങ്ങളുടെ മകൻ ജയിലിലടച്ചിരിക്കുക. അവരൊന്ന് പുറത്തിറങ്ങണം, എനിക്കത് മാത്രം മതി. അത് നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ നടക്കുമെന്നറിയാം. അക്കാര്യത്തിൽ നിങ്ങളൊന്ന് മനസ്സ് വെച്ചാ അദ്ദേഹം കേൾക്കും. എല്ലാവരും അറിയപ്പെടുന്നൊരു കുടുംബമല്ലേ നിങ്ങളുടേത്? ദാനശീലത്തിൽ പേര് കേട്ട കുടുംബം. നല്ല ഭംഗിയുള്ള കുട്ടികൾ. ഇത്രയും സ്നേഹമുള്ള ഈ കുടുംബത്തിൽ ഒരാൾ മരിച്ചാൽ പോലും താങ്ങാൻ കഴിയില്ല. ഞങ്ങൾക്ക് കൊല്ലുക എന്നത് പിള്ളേരുകളി പോലെയാ. എന്തോ പറയാനുള്ളത് പറഞ്ഞു തന്നേ ഉള്ളൂ. അവിടുന്ന് തന്നെ തീരുമാനിച്ചാണ്. ആരോടാണ് സംസാരിക്കുന്നത് അറിയില്ല നിനക്ക്. വേഗം പോയിക്കോ, അവൻ വരുന്ന സമയമാണിപ്പോ. അവൻ വന്നു കഴിഞ്ഞാ കുഴിച്ചിടാൻ നിന്റെ ശവം കാണില്ലെന്നോർത്തോ. ഇപ്പൊ ശവമാകുന്നത് ആരെന്ന് കാണാ. ഇതാണടാ എന്റെ വംശം, സിംഹക്കുട്ടികളാണടാ. ഭയമെന്നൊരു വാക്ക് ഞങ്ങളുടെ പരമ്പരയിലില്ല. നിന്നെ മെരുക്കാൻ ഇവര് മതി. വലിച്ചോണ്ട് പോടാ. എന്താച്ചാ കുട്ടികളെ ഇങ്ങനെ വളർത്തി വെച്ചിരിക്കുന്നത്? എന്നെ എന്തിനടാ കുറ്റം പറയുന്നത്? ഈ എല്ലാത്തിനും നിന്റെ സ്വഭാവമല്ലടാ. എന്നോട് തങ്കം, ഇത്രയും വലിയ കത്തി വെച്ചാണോ കളിക്കുന്നത്? അമ്മാവൻ എന്താണ് വെച്ചിരിക്കുന്നത്? നിന്നെ ഞാൻ ആ